രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വിമർശനം. ഒന്ന്, നിങ്ങളുടെ അയ്യപ്പ സ്നേഹം ഇപ്പോൾ ഈ സർക്കാരിനും ദേവസ്വം ബോർഡും ഒക്കെ കാണിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ കാണിക്കുന്ന ഈ സ്നേഹം അത് കാപഢ്യമാണ്, അതിന് പിന്നിൽ വ്യക്തമായ താല്പര്യങ്ങളുണ്ട്. രണ്ട് വിമർശനങ്ങൾ വന്നു. ഒന്ന്, ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞു അതിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ, ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഫലം CPM തന്നിട്ടുള്ള ആഘാതം അത് പരിശോധിക്കുമ്പോൾ അത് ഈ ശബരിമല വിഷയത്തിൽ അടക്കമെടുത്ത തീരുമാനം അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന ആക്ഷേപം ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയായി എന്ന് അറിഞ്ഞുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കം. രണ്ട്, ഇതിനകത്ത് ഒരു സാമ്പത്തിക ഭാഗം കൂടി അല്ലെങ്കിൽ ഒരു ബിസിനസ് താല്പര്യം കൂടി ഒളിഞ്ഞു കിടക്കുന്നു. അതാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞത്, കച്ചവടമാണ് മനസ്സിലുള്ളത്. ശബരി റെയിൽപാത, അതിന് തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന വിമാനത്താവളം, ശബരിമല കേന്ദ്രീകരിച്ച് അതിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്ന വികസന പദ്ധതികൾ, അവിടേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്നതാണ് ഈ സംഗമത്തിന് മറവിലുള്ളതെന്ന്. ഈ രണ്ട് കാര്യങ്ങൾക്കും എന്താണ് മറുപടി? ശ്രീ ഗോപികൃഷ്ണൻ അതിൽ കുറേ വിഷയങ്ങൾ അവർ ഉയർത്തിയിട്ടുണ്ട്. അതിൽ ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇവിടെ പറഞ്ഞ പ്രശ്നത്തിൽ രണ്ട് കാര്യത്തിനെ മറുപടി പറയുന്നുള്ളൂ. ഒന്ന്, അവർ സുപ്രീം കോടതിയെ കണ്ടത് പഴയ ഒരു BJP പ്രവർത്തകൻ പിന്നീട് കോൺഗ്രസ്സിൽ പോയ ആൾ നടത്തിയ ഒരു ടെലിവിഷൻ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഒരു മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു, അതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. ഒരു രേവതി മോഡൽ സംഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അതുപോലാണിപ്പോൾ എൻ്റെ സഹോദരി ശ്രീമതി ദീപ്തി പറഞ്ഞത് ഒരു സുപ്രീം കോടതി വിധിയെന്ന്. ഈ ഒരു സുപ്രീം കോടതി വിധിയാണ് എൻ്റെ സഹോദരി കോൺഗ്രസിൻ്റെ നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും RSSൻ്റെ ദേശീയ നേതൃത്വം എല്ലാം സ്വാഗതം ചെയ്തത്. ആ നിലപാട് അവരാ മാറ്റിയത്, ഞങ്ങളല്ല മാറ്റിയത്. രണ്ടാമത്തെ പ്രശ്നം, ശ്രീമതി ദീപ്തി പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ശ്രീമതി ദീപ്തി നല്ല എഡ്യൂക്കേറ്റഡ് ആണല്ലോ. കാർൽ മാർക്സ് ലോകത്തെവിടെങ്കിലും മയക്കുന്ന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? മതം മനുഷ്യനെ മയക്കുന്ന എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഞാൻ അല്ല, അതാ മാർസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞേ. മാർസ് മനുഷ്യനെ മതം മനുഷ്യനെ അല്ല, ഒരു കാര്യം ചെയ്താട്ടെ, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇടപെടലിലുള്ള ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അത് ചർച്ചയുടെ മര്യാദ വെച്ചുകൊണ്ടല്ല, എനിക്ക് ഇടപെടാൻ. അതുകൊണ്ട് ദയവായിട്ട് കേൾക്കൂ, ഞാൻ പറയുന്ന പോയിന്റ് കേൾക്കൂ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്നല്ല മാർസ് പറഞ്ഞത്. ഈ മയക്കുന്ന എന്ന വിശേഷണ പദം ട്രാൻസ്ലേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ മതം വേദന സംഹാരിയാണെന്നാണ്. അതായത് കറുപ്പ് എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ലഹരിക്ക് മാത്രമല്ല, കറുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആധുനിക മെഡിസിൻ ഉണ്ടാകാത്ത കാലത്ത് അർബുദം വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായി കൊടുക്കുന്ന ആശ്വാസമാണ്. അതൊരു പോസിറ്റീവായിട്ട് മതത്തെ കണ്ടതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കൊരാശ്വാസമാണ് മതമെന്നാണ് മാർസ് പറഞ്ഞത്, അല്ലാതെ മതം മയക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല പറഞ്ഞത്. അതിന് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ പിന്നീട് വന്നു. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില വിഷയങ്ങളാണ്. അതിൽ അദ്ദേഹം ദേവപ്രശ്നം വെച്ചോന്നാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ശബരിമലയിലെ തന്ത്രി നിയമനത്തിനും ശബരിമലയിലെ അവിടുത്തെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥ നിയമനത്തിനും മറ്റും ധാരാളമായി പണം വാങ്ങിച്ച് പഴയ കാലത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ നേരിട്ട് ആളുകളെ നിയമിച്ചുകൊണ്ടിരുന്നത്. ഒരു ദേവപ്രശ്നവും വെച്ചിട്ടല്ല അതിന് പരിഹാരം ഉണ്ടാക്കിയത്. അത് അവിടുത്തെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് നിങ്ങൾ ദേവപ്രശ്നത്തിലേക്ക് പോകേണ്ടത്. മറിച്ച് ഭൗതിക പ്രശ്നമാണ്. അഴിമതി നടക്കാൻ പാടില്ല ശബരിമലയിൽ. അതുകൊണ്ട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കേരളത്തിൽ സർക്കാരുകൾ ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആഗോള നിക്ഷേപ സംഗമം അതൊരു ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനാണ്. എന്താ സാർ പെശക്? ലോകത്തെങ്ങുമുള്ള പൈസ അവിടേക്ക് വരുന്നതിന് എന്താ പെശക്? നിങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുത്തതുപോലെ ഞങ്ങൾ ശബരിമല എടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുന്നില്ല സാർ. നിങ്ങൾ റെയിൽവേയെക്കുറിച്ച് പറഞ്ഞില്ലേ, 50%. നിങ്ങൾ 50% കേന്ദ്ര സർക്കാർ എടുക്കുകയല്ല സാർ ചെയ്യുന്നത്. 150 റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ വിറ്റു, 450 തീവണ്ടി നിങ്ങൾ വിറ്റു, 7 അന്താരാഷ്ട്ര വിമാനത്താവളം നിങ്ങൾ മോദിയുടെ സഹപ്രവർത്തകനായ അദാനിക്ക് കൊടുത്തു. നിങ്ങളിവിടെ പൊതുമേഖല മൊത്തം അങ്ങ് എടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയാണ് സാർ. ഞങ്ങൾ 50% ചെലവഴിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ 50 പൂർണ്ണമായിട്ടും എടുത്ത് സ്വകാര്യവൽക്കരിക്കുകയാണ്. ഈ കേരളത്തിൽ ഏത് മേൽപ്പാലത്തിനാണ് നിങ്ങളിപ്പോൾ പൈസ മുടക്കുന്നത്? കിഫ്ബി വഴിയാണ് സാർ കേരളത്തിലെ റെയിൽവേ മേൽപ്പാലമല്ല ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 50 കോടി മുതൽ 150 കോടി വരെ കിഫ്ബി പണം ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് അല്ല. 50 പൈസ നിങ്ങൾ വയനാട്ടിൽ ഒഴുകിപ്പോയ മനുഷ്യന് കൊടുത്തോ സാർ?
നിങ്ങൾ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദി വന്നതിൻ്റെ ചെലവ് പോലും കേരള സർക്കാർ വഹിക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ 10 പൈസ കേരളത്തിൽ കൊടുക്കുന്നോ? നിങ്ങൾ ഏത് വികസന പ്രവർത്തനത്തിനാണ് കൊടുക്കുന്നത്? റെയിൽവേയുടെ ചുമതല കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതിൽ സംസ്ഥാനം എന്ത് സഹായം ചെയ്യണം? ഞങ്ങൾ സ്ഥലമെടുക്കാൻ ഇറങ്ങിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? കേരളത്തിൻ്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഞങ്ങൾ സ്ഥലമെടുക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ ബംഗാളിൽ നിന്ന് മണ്ണും കൊണ്ട് വന്ന് നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്തിയില്ലേ? നിങ്ങൾ കേരളയിൽ കുറ്റി പിഴുതി കളഞ്ഞില്ലേ? നിങ്ങൾ ഗ്യാസ് പൈപ്പ് ലൈനെതിരായിട്ട് പ്രവർത്തിച്ചില്ലേ? നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല, ഏത് വികസനത്തിനും നിങ്ങൾ തടസ്സമാണ്. കേരളം രക്ഷപ്പെടാൻ പാടില്ല. അതാണ് നിങ്ങൾ എടുക്കുന്ന സമീപനം. അതുകൊണ്ട് ഒരു വിവരാവകാശ രേഖ പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളും അത് നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞതിലും എത്ര നിക്ഷേപങ്ങൾക്ക് MOU ഇട്ടു എന്നതിൽ ഒരു ഒറ്റൊന്നു പോലും ഉണ്ടായിട്ടില്ല, വന്നിട്ടില്ല എന്ന ഒരു വിവരാവകാശ രേഖയുടെ കാര്യവും അദ്ദേഹം പറഞ്ഞു. അത് ചോദിക്കട്ടെ സാർ, അത് ചോദിക്കട്ടെ. അല്ല, ഏതെങ്കിലും വന്നതായിട്ട് താങ്കൾക്ക് അറിയാം? അടുത്ത ദിവസം നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത പിന്നെ അല്ല, അതാ പറഞ്ഞു, ഇരട്ട തുരങ്കം പോലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാം കേരളത്തിൽ മാത്രം റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തിയല്ല കണ്ടുപിടിക്കുന്നത്. ലോകത്തൊരു രാജ്യവും അങ്ങനെയില്ല. മറ്റു പല രാജ്യങ്ങളിലെ ടെക്നോളജി സ്വീകരിക്കാറുണ്ട്, അവരുടെ അഡ്വൈസ് സ്വീകരിക്കാറുണ്ട്, അവരുടെ നേട്ടങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഇരട്ട തുരങ്കം പോലും മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. ധാരാളം നിക്ഷേപങ്ങൾ അതിൻ്റെ ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആഗോള നിക്ഷേപ സംഘം ഉൾപ്പെടെ കൊച്ചിയിൽ നടത്തിയപ്പോൾ എത്ര വലിയ നേട്ടമാണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. ഏതെല്ലാം കാര്യത്തിലാണ് നമ്മൾ ഭാവിയിലേക്ക് മുന്നേറാൻ പോകുന്നത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രളയം വന്നപ്പോൾ ഗൾഫിൽ നിന്ന് പണം കേരളത്തിന് തരാം. കാരണം കേരളത്തിലെ മനുഷ്യൻ പോയി ഗൾഫിൽ അധ്വാനിച്ച് അവർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരു മര്യാദ തോന്നി, നമുക്ക് കുറച്ച് കാശ് തരാം. 700 കോടിയാണ് UAE ഭരണാധികാരി കേരളത്തിന് തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നിങ്ങൾ പണം വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പണം വാങ്ങേണ്ടി വന്നാൽ നിങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ പിന്നെ പണിയെടുത്ത് പുറത്തു പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന അയ്യപ്പനിലോ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസത്തിലോ താല്പര്യമുള്ള ആളുകൾ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സിന് പണം തരാൻ തയ്യാറായാൽ അത് പണം മാത്രമല്ല, അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടുന്നത് എന്ന്. ശരിയാണ്, ശബരിമല ക്ഷേത്രത്തിനകത്തല്ല ചോദിക്കുന്നത്, അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പമ്പയിൽ വെച്ച് നടത്തുന്നത് തീർച്ചയായിട്ടും വികസനത്തിന് വേണ്ടി സമയമായതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ഇടവേള എടുക്കും, മറ്റു അതിഥികളിലേക്ക് പോകും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ യുവതികൾക്ക് ക്ഷണമുണ്ടോ? അല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ അവിടെ പിന്നെ ആളുകളുടെ പ്രായത്തിൻ്റെയും മറ്റും പ്രശ്നമല്ല ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചർച്ച ചെയ്തത് ഓരോ മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യമാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന ആളുകളെ പങ്കെടുപ്പിക്കണമെന്നല്ല പറയുന്നത്, ഇന്ന വ്യക്തികൾ പങ്കെടുക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് പൊതുവായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആ പൊതുവായ നിലപാടിൽ കേരളത്തിൽ നിന്ന് ഇത്ര ആളുകൾ, തമിഴ്നാട്ടിൽ ഇത്ര ആളുകൾ, അങ്ങനെ അതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് 500 പേരെ ക്ഷണിക്കുമ്പോൾ ശബരിമലയിൽ എത്തുന്ന വിശ്വാസികളോട് ആനുപാതികമായിട്ടാണ് പ്രതിനിധികളെ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് 500 പേരെയാണ് നിശ്ചയിച്ചത്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കി, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് അതിൽ മറ്റ് പ്രായ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, യുവതികളടക്കം ആർക്കും പങ്കെടുക്കാവുന്ന, അല്ലെ? യുവതികളടക്കം ആർക്കും പങ്കെടുക്കാവുന്ന. അല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ദേവസ്വം ബോർഡാണ് പറയേണ്ടത്. പക്ഷേ പമ്പയിൽ ചെല്ലുന്നതിന് ആർക്കും തടസ്സമില്ലല്ലോ. പമ്പയിൽ ശബരിമലയിൽ കയറുന്നതിനാണ് യുവതികൾക്ക് അനുവാദമില്ലാത്തത്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ട ദേവസ്വം ബോർഡാണ്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് മാത്രം. പിന്നെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിന്റെ ഒരു കോപ്പി എന്റെ കയ്യിലുണ്ട്. നമുക്ക് അത് വെച്ചിട്ടാണ് ഇനി ഒരു കാര്യം പറഞ്ഞോളൂ. അല്ല, അതിനു മുമ്പ് ശ്രീ പത്മനാഭൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എന്തുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ല, ഇന്ന മുഖ്യമന്ത്രി. BJP ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അതനുസരിച്ചല്ലല്ലോ ക്ഷണിക്കുന്നത്. തമിഴ്നാടിൻ്റെ പാരമ്പര്യം, ഈ തമിഴ്നാടിൽ EV രാമസ്വാമി നായ്ക്കർ ഉൾപ്പെടെ, നായ്ക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അതൊരു സമുദായത്തിൻ്റെ പേരാണ്. EV രാമസ്വാമിയെ പോലുള്ള ആളുകൾ വലിയ ഉഴുതുമറിച്ചിട്ടൊരു മണ്ണാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ രാമനെ അല്ല അവർ പ്രധാനമായിട്ട് ആരാധിക്കുന്നത്, അവർ കമ്പരാമായണത്തിൽ രാവണനെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കൃതി കൂടി ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് സാർ.
ആ വിശ്വാസികളെ നമുക്ക് പരിഗണിക്കണം. അല്ലാതെ BJP പറയുന്ന വിശ്വാസികളെ മാത്രമല്ല, BJPക്കെതിരായിട്ട് ഏറ്റവും നല്ല രാഷ്ട്രീയ സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ ഇതര മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അങ്ങേക്കെന്തിനാണ് നോവുണ്ടാവുന്നത്?